ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ, തലവിൽ, കണ്ണൂർ. 8 മുതൽ 10 വരെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 7034230835. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ, തലവിൽ, കണ്ണൂർ. എയ്ഡഡ് സ്കൂളിൽ നിയമനം ലഭിക്കുകയും വിദ്യാർത്ഥികളുടെ എണ്ണക്കുറവിന്റെ പേരിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകർക്കായി പ്രത്യേക പാക്കേജ് നടപ്പാക്കണം. ഈ ആവശ്യമുന്നയിച്ച് അധ്യാപകരുടെ സംസ്ഥാനതല സംഗമം സംഘടിപ്പിക്കുവാനും തീരുമാനമായി. സംസ്ഥാനത്ത് 1000-ലധികം അധ്യാപകരാണ് 15 വർഷത്തോളമായി ഇത്തരത്തിൽ ജോലി ചെയ്യുന്നത്. നിത്യച്ചെലവിന് പോലും വകയില്ലാതെ പലരും ആത്മഹത്യയുടെ വക്കിലാണ്. സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞതിന്റെ പേരിൽ ഒരു വിഭാഗം അധ്യാപകരെ ശിക്ഷിക്കുന്ന അപരിഷ്കൃത രീതിയാണുള്ളത്. തുച്ഛമായ ദിവസവേതനത്തിൽ നിന്ന് സ്കൂൾ ചെലവിലേക്കും മറ്റും ഇവർ തുക നൽകി വരികയാണ്. പ്രധാന അധ്യാപകരുടെ ചുമതല വഹിക്കുന്ന അധ്യാപകർ പോലും ഈ കൂട്ടത്തിലുണ്ട്. നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകർക്കായി പ്രത്യേക പാക്കേജ് നടപ്പാക്കണം. ഈ ആവശ്യമുന്നയിച്ച് അധ്യാപകരുടെ സംസ്ഥാനതല സംഗമം സംഘടിപ്പിക്കുവാനും മട്ടന്നൂരിൽ ചേർന്ന അധ്യാപകരുടെ കൂട്ടായ്മ തീരുമാനിച്ചു. മതിയായ എണ്ണം കുട്ടികളില്ലാത്തതിന്റെ പേരിൽ അൺഎക്കണോമിക് മേഖലയിലുള്ള സ്കൂളുകൾ വളരെ പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്താത്തൊരു ബുദ്ധിമുട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് 15 വർഷത്തോളമായി നമ്മുടെ റിട്ടയർമെന്റ്, രാജി, അങ്ങനെയുള്ള ഓരോ പോസ്റ്റുകളിൽ സ്ഥിരം പോസ്റ്റുകളിലേക്ക് സർക്കാർ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് യോഗ്യതയോടുകൂടി നമ്മൾ ജോലിക്ക് കയറിയവരാണ്. പക്ഷേ മതിയായ കുട്ടികളില്ലാത്തതിന്റെ പേരിലാണ് നമ്മുടെ അപ്രൂവൽ നമ്മൾ സ്ഥിരപ്പെടുത്താതെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ അൺഎക്കണോമിക് എന്ന് പറയുന്നത് മതിയായ കുട്ടികളില്ലാത്ത പ്രശ്നം മാത്രമല്ല ഉള്ളത്, അതിനു പുറമെ നമ്മുടെ ഭിന്നശേഷിയുടെ ഒരു വിഷയം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതിലും പെട്ടുകിടക്കുന്ന ഒരുപാട് അധ്യാപകർ ഉണ്ട്. വർഷങ്ങളായി ജോലിയിൽ പ്രവേശിച്ച് ശമ്പളം ലഭിക്കാത്തവരായി ഭിന്നശേഷിയുടെ ഒരു പ്രശ്നം കൂടെ വന്ന് അതിനു പുറമെ 1:1 ഇതുപോലെ വിദ്യാഭ്യാസ മേഖലയെ പിന്നോട്ടടിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇപ്പം എയ്ഡഡ് സ്കൂൾ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിട്ട്, അധ്യാപകരെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരു പ്രസവാവധി എന്ന് പറയുന്നത് തീരെയില്ല. ഒരു മാസം പോലെ നമുക്ക് പ്രസവാവധി കിട്ടുന്നില്ല. ആകെ നമുക്ക് പോയാൽ മാത്രമേ നമുക്ക് ശമ്പളമുള്ളൂ. ഇനി നമ്മൾ പ്രസവാവധി എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ എടുത്ത് കൊടുക്കണം. ഡെയിലി വേജും ഇല്ല. എന്നാൽ തന്നെ നമ്മൾ ഒരാളെ വെക്കാനും നമുക്ക് പറ്റൂല. അത് വെച്ചാൽ തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ വല്ലാത്തൊരു സങ്കടത്തിലാണുള്ളത്. ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്കുൾപ്പെടെ നിവേദനം നൽകും. NATU ജില്ലാ സെക്രട്ടറി എ ദിലീപ്, പ്രസിഡന്റ് C അനിഷ, KM ഹൃദ്യ, PP മാഫിദ, CK ഷഫീറ, മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി ഷുഹൈബ് കൊതേരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ്, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കൽ.